ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി സമാധാനമായി കിടന്നുറങ്ങാം. ഞാൻ ശരിയാക്കി തരാം. പണ്ടൊരിടത്ത് ശാന്തമായ പുൽമേടിനരികിലുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു പന്നിയമ്മയും അവരുടെ 3 മക്കളായ പിപ്പുവും ടിൻഡുവും ചോട്ടുവും താമസിച്ചിരുന്നത്. പാട്ടും പാടി ചിത്രശലഭങ്ങളുമായി കളിച്ചു നടക്കാനാണ് എനിക്കിഷ്ടം. പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാ. ജീവിതം ആഘോഷിക്കാനുള്ളതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ടിൻറ്റു. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കാനാണ് എനിക്കിഷ്ടം. ബുദ്ധിപൂർവം ജോലി ചെയ്യണം, എന്നിട്ട് കളിക്കണം. അതാണ് ടിൻറ്റു സ്റ്റൈൽ. ഞാൻ പിപ്പു, ഏറ്റവും മൂത്തവൻ. തിരക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ രീതി. അങ്ങനെ സന്തോഷത്തോടെ അവർ 3 പേരും കൂടി അമ്മയോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം രാവിലെ പന്നിയമ്മ തന്റെ 3 കുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമക്കളെല്ലാം മിടുക്കന്മാരായിരിക്കുന്നു. ഇനി സ്വന്തം കാലിൽ നിൽക്കണം. അവരവരുടെ വീടും അവരവരുടെ വഴികളും ഇനി കണ്ടെത്തണം. പക്ഷേ അമ്മേ, കുറച്ചു കാലം കൂടി അമ്മയോടൊപ്പം ഇവിടെ നിന്നാലെന്താ? ഇവിടെ എന്ത് സുരക്ഷിതമാ? അമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങളെക്കാൾ വലുതൊന്നും അല്ലല്ലോ പുറത്തുള്ള ലോകം. അത് നിന്റെ കാര്യം. എനിക്ക് ലോകം കാണണം. ഞാൻ ഒരു ദിവസം കൊണ്ട് ഒരു വീട് പണിയും. ബാക്കി ദിവസങ്ങൾ കളിച്ചു രസിക്കും. ഞാൻ പതുക്കെയാണെങ്കിലും ഒരു വീട് പണിയും. തിരക്ക് കൂട്ടിയാൽ സുരക്ഷ കിട്ടില്ല. അതൊക്കെ ശരിയാ പിപ്പു. പക്ഷേ പരസ്പരമുള്ള സ്നേഹം കല്ലിനെ പോലെ ബലമുള്ളതാ. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം. അമ്മേ, ലോകം കണ്ടിട്ട് എനിക്ക് പേടി വന്നാലോ? എങ്കിൽ എന്ത് പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടുക. ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാം. എൻ്റെ സ്നേഹം എപ്പോഴും കൂടെ ഉണ്ടാവും. അമ്മേ, അപ്പോൾ ഞങ്ങൾ എവിടെയാ വീട് വെക്കേണ്ടത്? അതുകൂടെ പറഞ്ഞാ. അയ്യോടാ എൻ്റെ മുത്തേ, ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ മതി. എല്ലാത്തിൻ്റെ ഉത്തരം നമുക്ക് ചുറ്റും നിന്ന് തന്നെ കിട്ടും. അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ചെറിയ ബാഗും വലിയ സ്വപ്നങ്ങളുമായി അവർ 3 പേരും യാത്ര തിരിച്ചു. നല്ല പട്ടുപോലെ മൃദുലമായ പുൽത്തകിടികളുള്ളിടത്ത് ഞാൻ വീട് പണിയും. സുഖമായി കിടന്നുറങ്ങാൻ അതാ നല്ലത്. ഞാൻ ഈ മരക്കൂട്ടങ്ങൾക്കിടയിൽ വീട് വെച്ചാലോ? ഇഷ്ടം പോലെ മരക്കമ്പുകൾ ഇവിടെ കിട്ടും. പെട്ടെന്ന് പണിയും തീർത്ത് കളിക്കാനിറങ്ങാം. ഈ കുന്നിൻ ചെരുവിൽ വീട് വെക്കാം. ഇവിടെ മണ്ണ് ഉറപ്പുള്ളതാ. പക്ഷേ കാറ്റ് ശക്തമാണ്. ഉറപ്പുള്ള ഇഷ്ടികകൾ കൊണ്ട് വീട് പണിയണം. ഈ വൈക്കോൽ എത്ര മൃദുവായതാ. കുറച്ച് കയറും കുറച്ച് വൈക്കോലും കഴിഞ്ഞു പണി. ഉച്ചയോടുകൂടി ചോട്ടുവിന്റെ വൈക്കോൽ വീട് റെഡിയായി. കണ്ടോ, എന്റെ വീട് റെഡി. എന്തെളുപ്പം. ഇനി എനിക്ക് സുഖമായി കിടന്നുറങ്ങാം. ഹോ, കണ്ടോ? ഇതാണ് ബുദ്ധി. വൈക്കോൽ പോലെ കാറ്റിൽ പറക്കത്തുമില്ല, ഇഷ്ടിക പോലെ പണിയാൻ താമസവുമില്ല. ഇനി കുറച്ചു നേരം ഇരുന്ന് ഓടക്കുഴലൂതി കളിക്കാം. നാളെ കളിക്കാൻ ചോട്ട് വരുമായിരിക്കും. എന്നാൽ പിപ്പുവിന്റെ ഇഷ്ടിക വീടിന്റെ പണി അതീവ കഠിനകരമായിരുന്നു. 1, 2, അല്ല 3 ദിവസം കൂടി ഇനിയും വേണ്ടിവരും. അമ്മ പറഞ്ഞത് ശരിയാ. സുരക്ഷിതമാകാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. എന്നാൽ കാട്ടിലൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തിളങ്ങുന്ന കണ്ണുകളുമായി പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടനായ വിക്രഞ്ചൻ നായർ. 3 പന്നിക്കുട്ടികൾ, 3 നേരത്തെ ഭക്ഷണം. ആരെയാണ് ഞാൻ ആദ്യം പിടിക്കേണ്ടത്? ഏറ്റവും ചെറുതിനെ വേണോ? അതോ ബുദ്ധിമാനെയോ? അതോ ആ കരുത്തനെയോ? ഹോ, സംശയമായല്ലോ. നല്ല സുഖമുള്ള വീട്. പക്ഷേ വല്ലാത്തൊരു നിശബ്ദത. എന്തോ പന്തികേട് പോലെ. കാറ്റ് പോലും വീശുന്നില്ലല്ലോ.
പന്നിക്കുട്ട, കതക് തുറക്ക്, എന്നെ ഒന്ന് അകത്ത് കയറ്റാമോ? ആരാണത്? കാറ്റാണോ അതോ പുറത്താരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഞാൻ നിന്റെ പഴയൊരു ചങ്ങാതിയാണെന്നേ. പുറത്ത് നല്ല തണുപ്പുണ്ട്, കുറച്ച് ചൂട് കായണം. പിന്നെ നിന്നെ ഒന്ന് ഇല്ലടാ ഇല്ല, നീ എത്ര വിളിച്ചാലും നിന്നെ ഞാൻ അകത്ത് കയറ്റില്ല. എടാ അഹങ്കാരി, നിന്നെ ഇപ്പൊ തന്നെ ഞാൻ പറപ്പിച്ച് തരാമടാ. പിപ്പു, ടിൻഡു, ഓടി വാ, എന്നെ രക്ഷിക്കാൻ. വിക്രൻ അതിശക്തമായി ഊതാൻ തുടങ്ങി. ഊതലിന്റെ ശക്തിയിൽ ചോട്ടുവിന്റെ വീട് പറന്നുപോയി. ടിൻഡു, ടിൻഡു, രക്ഷിക്കണേ. ഓടി ഓടി അവൻ ടിൻഡുവിന്റെ വീട്ടിലെത്തി. ചോട്ടു, എന്തു പറ്റി? ടിൻഡു, ആ വിക്രം ചെന്നായ എന്റെ വൈക്കോൽ വീട് ഊതി പറപ്പിച്ചു കളഞ്ഞു. എന്നെ പിടിച്ച് കഴിക്കാതെ പുറകെ വരുന്നുണ്ട്. ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. അവൻ ഇപ്പൊ ഇവിടെ എത്തും. പേടിക്കണ്ട ചോട്ടു, എന്റെ വീട് മരച്ചില്ലകൾ കൊണ്ടുണ്ടാക്കിയതാ. അവൻ ഇതിനെ തകർക്കാൻ കഴിയില്ല. പന്നിക്കുട്ടികളെ, എന്നെ ഒന്നകത്ത് കയറ്റാമോ? ഒരിക്കലുമില്ലടാ. നിന്നെപ്പോലൊരു ദുഷ്ടനെ ഈ വീടിന്റെ പടിവാതിലിൽ പോലും കയറ്റില്ല. വേഗം സ്ഥലമിട്ടോ. ഓഹോ, അത്രയ്ക്കായോ? എന്നാ രണ്ടിനെ ഞാൻ ഇപ്പൊ തന്നെ ഊതി പറപ്പിക്കും. ചോട്ടു, ഓടിക്കോടാ. വിക്രം നമ്മുടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. നമുക്ക് പിപ്പുവിന്റെ വീട്ടിലേക്ക് പോകാം. അവൻ നമ്മളെ രക്ഷിക്കും. ടിൻഡു, ചോട്ടു, നിങ്ങൾക്ക് എന്തു പറ്റി? പിപ്പു, ആ വിക്രം ഞങ്ങളുടെ വീടുകൾ തകർത്തു. അവൻ ഞങ്ങളെ പിടിച്ചു കഴിക്കാനായി പുറകെ വരുന്നുണ്ട്. കഷ്ടിച്ച് ഓടി രക്ഷപ്പെട്ടതാ. അവൻ ഇപ്പൊ ഇവിടെ എത്തും. സാരമില്ല, ഈ വീട്ടിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇത് പണിയാൻ ഞാൻ കൂടുതൽ ദിവസങ്ങളെടുത്തു. ഈ വീട് തകർക്കാൻ അവനാവില്ല. പന്നിക്കുട്ടികളെ, എന്നെ ഒന്നകത്ത് കയറ്റാമോ? ഒരിക്കലുമില്ലടാ. നീ എത്ര വിരട്ടിയാലും വാതിൽ തുറക്കില്ല. ആഹാ, അത്രയ്ക്കായ? എന്നാ നിന്നെ മൂന്നിനെയും ഇപ്പൊ തന്നെ ഞാൻ പറപ്പിച്ച് കാണിച്ച് തരാടാ. ശക്തിയായി അവൻ ഊതിയിട്ടും പിപ്പുവിന്റെ വീടിന് ഒന്നും സംഭവിച്ചില്ല. അല്ലേ, ഇഷ്ടിക വീടോ? ഇത് കണ്ട് ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ചിമ്മിനിയിലൂടെ അകത്ത് വന്ന് നിന്നെയൊക്കെ ശരിയാക്കുവടാ മണ്ടന്മാരെ. അയ്യോ, അവൻ വീടിന് മുകളിലെത്തി. നമ്മൾ എന്ത് ചെയ്യും? ടിൻഡു, ആ വലിയ പാത്രം വേഗം എടുക്ക്. ചോട്ടു, വിറകുകൾ അടുപ്പിലിട്ട് കത്തിക്ക്. വേഗം വേഗം, ഒട്ടും സമയം കളയാനില്ല. വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങി പിപ്പു. അവൻ ഇപ്പൊ വരും. എനിക്ക് പേടിയാവുന്നു. അവനിന്ന് വരട്ടെ. കാണാൻ പോകുന്ന പൂരം പറയാനുണ്ടോ? ഇന്നത്തോടെ അവനൊരു പാഠം പഠിക്കും. ചിമ്മിനിയിലൂടെ ഈ ജന്മം ഇനി ഇങ്ങോട്ട് വന്നു പോകരുത്. ഇനി മുതൽ ആരെയും ഉപദ്രവിക്കരുത്. ഇനി വരില്ലേ, ഞാൻ വരില്ലേ. പെട്ടെന്ന് വീടുണ്ടാക്കിയാൽ സുരക്ഷിതമാകുമെന്ന ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. സാരമില്ല സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് പണിയും, ഒരുമിച്ച് നിൽക്കും. അങ്ങനെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ആ 3 പന്നിക്കുട്ടന്മാർ അവരുടെ പുതിയ ജീവിതം ആരംഭിച്ചു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? നമ്മൾ ഒരുമിച്ച് നിന്നാൽ എത്ര വലിയ കരുത്തനും നമ്മെ തകർക്കാൻ കഴിയില്ല. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.